ഇത്തരത്തിൽ അനാഥപ്രേതങ്ങളെ പോലെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്നാൽ അതേ സമയമുള്ളൂ. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ സമയമില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്ന നോമിനേഷൻ അഫിഡവിറ്റൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ക്രൂട്ടനി ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ടാവും, ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. വളരെ വിശദമായിട്ടുള്ള പരിശോധന നടക്കുന്നതാണ്. ആ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടികളൊന്നും കണ്ടെത്താത്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1.5 വർഷമായി. എനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ നടന്ന ബൈ ഇലക്ഷനിൽ ഞാൻ മത്സരിച്ചിരുന്നല്ലോ. ബൈ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ആളാണ്. അപ്പോൾ ഇതൊന്നും കണ്ടുപിടിച്ച് പരാതി പറഞ്ഞില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് എനിക്കെതിരായിട്ട് ആരോപണങ്ങളുമായിട്ട് അന്ന് പുറത്തു പോയ ആളാണ്. പിന്നെ ഇത്തരത്തിൽ കോൺഗ്രസ്സിന് പോലും വേണ്ടാത്ത ഒരാളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരോപണങ്ങളുമായിട്ട് വരട്ടെ, അവർ കാര്യങ്ങൾ പറയട്ടെ, ഞാൻ മറുപടി പറയാം. അല്ലാതെ ഇത്തരത്തിൽ അനാഥപ്രേതങ്ങളെ പോലെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്നാൽ അതേ സമയമുള്ളൂ. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ സമയമില്ല. ഈ നിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് GST, അതിലെന്തൊരു സാങ്കേതികത്വം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ സ്ക്രൂട്ടനി നടന്നിട്ടുണ്ട്. ഞാൻ 2000 തൊട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ്. 4 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട്. 16 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. മലമ്പുഴയിൽ 21 മത്സരിച്ചിട്ടുണ്ട്. 19 ലോക്സഭയും 24 ലോക്സഭയും ബൈ ഇലക്ഷനുമൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഒരു ഉദ്യോഗസ്ഥരും കണ്ടെത്താത്ത ഒരു ഉദ്യോഗസ്ഥർക്കും സ്ക്രൂട്ടനി സമയത്ത് യാതൊരുവിധ പരാതിയും ഇല്ല, അല്ലെങ്കിൽ അത് തള്ളിപ്പോയിട്ടില്ല എൻ്റെ നോമിനേഷനൊക്കെ. അപ്പോൾ എൻ്റെ നോമിനേഷൻ കറക്റ്റ് ആയതുകൊണ്ടാണല്ലോ സ്വീകരിച്ച്. ഇനി നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നേരിടാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളുണ്ടല്ലോ. ഞാൻ നോമിനേഷനിലോ മറ്റുമൊക്കെ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ വഴിക്ക് ഞാൻ നേരിടാൻ തയ്യാറാണ്. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്ത കാര്യങ്ങളിൽ 100% പെർഫെക്റ്റാണ്. ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് നോട്ടീസ് തരട്ടെ, അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്നുള്ള നടപടി വരട്ടെ. ആ സമയത്ത് ബോധിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ബോധിപ്പിക്കും. എനിക്ക് ഇയാൾ എന്ത് ആരോപണങ്ങളായിട്ട് വന്നോട്ടെ, എനിക്ക് കുറച്ച് ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ, ഇയാൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ല, നിങ്ങൾ കണ്ടുവല്ലോ ആരൊക്കെ ഏറ്റുപിടിച്ചു എന്നുള്ളത്. ആരൊക്കെ ഏറ്റുപിടിച്ചു എന്നുള്ളത് അങ്ങനെ അവർക്കറിയാലോ. കോൺഗ്രസ്സിന് ഉള്ളിലുള്ള ആളുകൾക്കറിയാം. ഇത് അതിൻ്റെ ഉള്ളിൽ കൈകാലിട്ടടിക്കുക, മുങ്ങിത്താഴുന്നതിന് മുമ്പ് കൈകാലിട്ട് അടിച്ച് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന് നോക്കുകയാണ്. ആ ആൾക്ക് കച്ചിത്തുരുമ്പ് ഞങ്ങളെന്തിനാണ് കൊടുക്കുന്നത്? മുങ്ങിത്താഴുന്നോട്ടെ.